യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദ ഗ്രേഡ് കാർഡ്, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് യൂണിവേഴ്സിറ്റി ഇൻഫോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. അന്വേഷിച്ചപ്പോൾ പലയിടത്തിൽ നിന്നും ഇത് അറിയാനും സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ 2022 ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് 2025 കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കാൻ എല്ലാ സബ്ജക്റ്റും പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കോളേജുകളിലേക്ക് മെയ് 30 മുതൽ കൈമാറും. മെയ് 30 തന്നെ കോളേജിലെത്തുമെന്ന് വിചാരിച്ച് മെയ് 30 കോളേജിൽ പോയി നോക്കിയിട്ട് കാര്യമില്ല. കോളേജ് അധികൃതരോട് ചോദിക്കുക എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അതിനുശേഷം കോളേജുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മെയ് 30 ജൂൺ ഫസ്റ്റ് വീക്കിലൊക്കെ കോളേജിൽ നിന്ന് നിങ്ങൾക്കത് ലഭ്യമാകും. വിദ്യാർത്ഥികൾ കോളേജ് അധികാരികളുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റേണ്ടതാണ് എന്ന് പരീക്ഷാ കൺട്രോളർ അറിയിച്ചു എന്നുള്ള രീതിയിലാണ് ഈ മെസ്സേജ് ഉള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡ് ലഭിക്കുക എല്ലാ വിഷയങ്ങളും പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ലഭിക്കുക കോളേജിൽ നിന്ന്. ഇത് അപ്പോൾ അതിനുശേഷം നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ചിലപ്പോൾ വിവിധ ഗ്രേസ് മാർക്കിലൂടെയോ അല്ലെങ്കിൽ സപ്ലൈ എഴുതിയിട്ടോ റീവാലുവേഷനിലൂടെയൊക്കെ പാസ്സാവുകയാണെങ്കിൽ പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അതിന് അപേക്ഷ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പോസ്റ്റ് വഴി അപേക്ഷ കൊടുക്കുക. അതിൻ്റെ രീതികളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് എന്നും കൂടി അറിയിക്കുകയാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 6th സെമസ്റ്റർ റീവാലുവേഷനൊക്കെ കൊടുത്ത വിദ്യാർത്ഥികൾ പിന്നീട് മാർക്ക് കൂടുകയാണെങ്കിൽ, ഇപ്പോൾ ഫുൾ ജയിച്ചിട്ട് പിന്നീട് മാർക്ക് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഈ കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർക്കുക. ഇതിന് മുന്നേ റിസൾട്ട് വന്നാൽ 27 ലാസ്റ്റ് ഡേറ്റ്. ജൂൺ 1 റീവാലുവേഷൻ റിസൾട്ട് വരാനുള്ള സാധ്യതകൾ അത്രത്തോളമില്ല. വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതിൽ ആഡ് ചെയ്യാത്ത മാർക്കുകൾ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാർക്കുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.